ചില ആളുകൾ ചോദിക്കും, ഹജ്ജ് മക്കത്തല്ലേ, മദീനത്ത് എന്തിനാ പോണെന്ന്. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല. അങ്ങനെയുള്ള ഒരു മദീനത്ത് പോണ്ട, അങ്ങനെയുള്ള ഒരു മദീനത്ത് പോണ്ട. മക്കത്ത് പോയാൽ ചെയ്യാനുള്ള ഹജ്ജ് ഏതാണ്? ഖുദൂ അന്നി മനാസിക്കക്കും, ഞാൻ നടന്ന പോലെ നടക്കണം എന്ന് പറഞ്ഞ ഹജ്ജാണ് ചെയ്യാൻ പോണത്. എന്നിട്ട് ചോദിക്കണം എന്തിനാ മദീനത്ത് പോണത്? എന്തൊരു കഷ്ടാണത്. ഹജ്ജ് മദീനയിലില്ലല്ലോ, എന്തിനാ മദീനത്ത് പോണം? വലിയ കൂലി കിട്ടണ പള്ളി മക്കത്തല്ലേ, അതിനേക്കാൾ കുറവല്ലേ മദീനത്ത്? അവര് മദീനത്തെ പള്ളിയെ കണ്ടുള്ളൂ, മദീനത്തെ മരുഭൂമിയെ കണ്ടുള്ളൂ, മദീനത്തെ ഈത്തപ്പനത്തോട്ടമേ കണ്ടുള്ളൂ. നമ്മൾ മദീന കണ്ടില്ല, മദീനയുടെ രാജാവിനെ കണ്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയെ നമ്മൾ കണ്ടില്ല, മദീനയുടെ രാജാവിനെയാണ് കണ്ടത്. അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുത്തെ അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ പിന്നെ മദീന അതിന്റെ ഉള്ളിലുള്ളതാണ്. നമ്മൾ അവിടെ എത്തുന്നത് ആരെ കാണാനാണ്? സാഹിബുൽ മദീന സല്ലല്ലാഹു അലൈഹി വസല്ലം.